3i ആറ്റ്ലസ് നക്ഷത്രാന്തര അതിഥി. നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് സൗരയൂഥത്തിലേക്ക് കടന്നുവന്ന മൂന്നാമത്തെ നക്ഷത്രാന്തര വസ്തുവാണ് 3i ആറ്റ്ലൻ. ഇതിനെ ഒരു വാൽ നക്ഷത്രമായാണ് തരംതിരിച്ചിരിക്കുന്നത്. 2025 ജൂലൈ 1 ചിലിയിലെ റിയോ ഹർട്ടാഡോയിലുള്ള നാസയുടെ ആറ്റ്ലസ് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം സർവേ ടെലിസ്കോപ്പാണ് 3i ആറ്റ്ലസിനെ ആദ്യമായി കണ്ടെത്തിയത്. 3i എന്ന പേര് സൂചിപ്പിക്കുന്നത് ഇത് മൂന്നാമത്തെ നക്ഷത്രാന്തര ഇന്റർസ്റ്റെല്ലർ വസ്തുവാണെന്നാണ്. ഇതിൻ്റെ സഞ്ചാരപാത വിശകലനം ചെയ്തപ്പോൾ ഇത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു നിന്നാണ് വന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ രൂപപ്പെടുകയും പിന്നീട് നക്ഷത്രാന്തര ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്ത ഒരു വസ്തുവാണത്. ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങളായി ഇത് ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 15 മൈൽ വ്യാസമുള്ള ഒരു വലിയ വസ്തുവാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് മണിക്കൂറിൽ ഏകദേശം 2 ലക്ഷം കിലോമീറ്ററിലധികം വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. ഇതൊരു ഹൈപ്പർബോളിക് ഓർബിറ്റൽ പാത പിന്തുടരുന്നു. അതായത് ഇത് സൂര്യൻ്റെ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടല്ല സഞ്ചരിക്കുന്നത്, സൗരയൂഥത്തിലൂടെ കടന്നുപോയ ശേഷം പുറത്തേക്ക് പോകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 425 ദശലക്ഷം കിലോമീറ്റർ അകലെ ഒഫിയൂക്കസ് എന്ന നക്ഷത്ര സമൂഹത്തിലാണ്. ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇത് നിരീക്ഷിക്കാൻ സാധിക്കുന്നു. എന്നാൽ സാധാരണക്കാർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ചെറിയ ബൈനോക്കുലറുകൾ കൊണ്ടോ ഇത് കാണാൻ സാധിക്കില്ല. സൂര്യനുമായുള്ള ഏറ്റവും അടുത്ത സമീപനം പെരിഹീലിയൻ. 2025 ഒക്ടോബർ അവസാനത്തോടെ ഇത് സൂര്യനോട് ഏറ്റവും അടുത്തെത്തും. ഏകദേശം ചൊവ്വയുടെ ഭ്രമണപഥത്തിനുള്ളിലൂടെയായിരിക്കും ഇതിൻ്റെ സഞ്ചാരം. 3i/ആറ്റ്ലസ് ഭൂമിക്ക് ഒരു ഭീഷണിയല്ല. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 240 ദശലക്ഷം കിലോമീറ്റർ അധികം ദൂരെയായിരിക്കും കടന്നുപോകുന്നത്. മറ്റ് നക്ഷത്ര വ്യവസ്ഥകളിൽ എങ്ങനെയാണ് ഗ്രഹങ്ങളും വാൽ നക്ഷത്രങ്ങളും രൂപപ്പെടുന്നതെന്നും എങ്ങനെയാണ് അവ ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടുന്നതെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. നേരത്തെ കണ്ടെത്തിയ ഓമുഅമുവ, ബൊറീസോവ് എന്നിവയെ അപേക്ഷിച്ച് ഇതിനെ കൂടുതൽ കാലം നിരീക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചില ശാസ്ത്രജ്ഞർക്ക്, പ്രത്യേകിച്ച് ഹാർവാർഡ് പ്രൊഫസർ ആവി ലോബ്, ഇത് അന്യഗ്രഹജീവികളുടെ ഒരു നിരീക്ഷണ പേടകമാകാൻ സാധ്യതയുണ്ടോ എന്ന സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ, വാർ ഓഫ് ദ വേൾഡ് പോലെയുള്ള ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ ഒരു ഏലിയൻ മേത്തർഷിപ്പ് ആണോ അതോ വാൽ നക്ഷത്രമാണോ എന്ന് ഈ വരുന്ന നവംബർ മാസം അറിയാം.